കാരണം ഈ 8 ഘട്ടം വോട്ടെടുപ്പ് കഴിയേണ്ടതിൽ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. അടുത്ത ഘട്ടം വോട്ടെടുപ്പ് അത് കഴിഞ്ഞു 3-ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. 7 ഘട്ടം, ക്ഷമിക്കണം, 18-ാം ലോക്സഭയിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടം എന്നുള്ളതിലേക്ക്. അപ്പോൾ 18-ാം ലോക്സഭയിലേക്കുള്ള ഈ വോട്ടെടുപ്പിൻ്റെ 7 ഘട്ടം എന്നുള്ളത് ഇതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മളത് ഇക്കാര്യത്തിൽ ഞാൻ 5 മിനിറ്റ് ചോദിക്കാൻ കാരണം, നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലാണ്, പാർലമെൻ്ററി ജനാധിപത്യ രാഷ്ട്രത്തിലാണ്, ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലാണ്, ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന നിലവിലിരിക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ്, ലോകത്തിലെ തന്നെ മതനിരപേക്ഷത അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രത്തിലാണ്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് അത്തരത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എങ്കിലും പലപ്പോഴായി സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിൽ ഈ നമ്മുടെ അടിസ്ഥാന ശിലകൾ എന്ന് വിവക്ഷിക്കുന്നതിൽ ഇതും പെടുന്നതാണ്. ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, ഞങ്ങളുടെ എല്ലാം സീനിയറാണ്, അദ്ദേഹം BJPയുടെ വക്താവായിട്ടാണ് വന്നതെങ്കിൽ KVS ചേട്ടൻ വല്ലാതെ ഇക്കാര്യത്തിൽ പ്രക്ഷുബ്ധനായി കണ്ടു. സ്വാഭാവികമാണ്. ഡോക്ടർ അരുൺകുമാർ ചോദിച്ച ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് KVS അത്തരത്തിൽ അദ്ദേഹത്തെ വല്ലാതെ ഒരു മാനസിക വിക്ഷോഭത്തിന് ഇടപെട്ടതുപോലെ, അങ്ങനെ അടിപ്പെട്ടതുപോലെയുള്ള ഒരു വർത്തമാനം വന്നത്. ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അരുൺ പറഞ്ഞു വന്നപ്പോൾ ചില കാര്യങ്ങൾ അതിലിങ്ങനെ ഈ നമ്മുടെ ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ വീഡിയോ ഉൾപ്പെടെ എല്ലാം കാണിച്ചു. ഇതേ പ്രധാനമന്ത്രി തന്നെയല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല അദ്ദേഹം പറഞ്ഞില്ലേ, വേഷം കണ്ടാൽ അറിയില്ലേ ഭീകരവാദികളാരെന്ന, ഓർമ്മയില്ലേ? വേഷം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ ഭീകരവാദികളാരെന്ന് ചോദിച്ചത്. ഇവിടെ വാസ്തവത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള വിഭാഗീയമായ വിഭജനം മനസ്സുകളിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും അവിടെ മാതൃകയായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടേതായിട്ടുള്ള പ്രസംഗങ്ങളിൽ വന്നതെന്താണ്? അവിടെ മുസൽമാന്മാർ അഥവാ മുസ്ലിങ്ങൾ മുഴുവൻ ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണ് എന്ന്, അവർ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന്, അവരാണ് ഭീകരവാദികൾ എന്ന് ഒക്കെ ഇത്തരത്തിൽ വല്ലാതെ നുണപ്രചരണത്തിൻ്റെ കെട്ടഴിച്ചങ്ങ് വിടുകയാണ്. ഇങ്ങനെ ഈ ഭൂതത്തിനെ കുടത്തിൽ നിന്ന് തുറന്നു വിടുന്നത് പോലെ വിദ്വേഷത്തിൻ്റെ ഭൂതത്തെ തുറന്നു വിടുകയാണ്. കാരണം BJP പ്രതിനിധാനം ചെയ്യുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെയാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ്, വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ്, വംശീയതയുടെ രാഷ്ട്രീയത്തെയാണ്. ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു 3 മിനിറ്റ് കൂടി എടുത്ത് ഞാൻ പറയാം. ഇപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരെ പലരെയും പറയുന്നു അല്ലേ, 1941 ഏപ്രിൽ 14-ാം തീയതി അന്ന് വിഷുദിനമായിരിക്കാനാണ് സാധ്യത. ഇന്ത്യൻ നാഷണൽ ആർമി അത്തരത്തിൽ ഇന്ത്യയിലേക്ക് ത്രിവർണ്ണ പതാകയുമായി മാർച്ച് ചെയ്ത് വന്ന് ഇന്നും ഈ മനുഷ്യൻ്റെ നിലവിളി അസ്തമിച്ചിട്ടില്ലാത്ത മണിപ്പൂരിൽ, കത്തിക്കാളുന്ന ആ മണിപ്പൂരിൽ, അവിടെ മൗറോങ് എന്ന ഗ്രാമത്തിൽ ആദ്യമായി ആ ത്രിവർണ്ണ പതാക ഉയർത്തിയത്, നേതാജി കൊടുത്തയച്ച ത്രിവർണ്ണ പതാക ഉയർത്തിയത് കേണൽ ഷൗക്കത്ത് ഹയാത്ത് മാലിക്കാണ്. കേണൽ ഷൗക്കത്ത് ഹയാത്ത് മാലിക്. ആ INA ഭടന്മാരെയും നേതാക്കളെയെല്ലാം പിന്നീട് അറസ്റ്റ് ചെയ്തു. ക്യാപ്റ്റൻ ലക്ഷ്മി ഉൾപ്പെടെ, കേണൽ സൈഗാൾ ഉൾപ്പെടെ, മേജർ ധില്ലൻ ഉൾപ്പെടെ, അങ്ങനെ നിരവധി പേര് അക്കാര്യത്തിൽ, ഷാനവാസ് ഹുസൈൻ ഉൾപ്പെടെ ഒക്കെയെല്ലാം INA നേതാക്കളെയെല്ലാം കുറ്റവിചാരണ ചെയ്തത് കൊണ്ടുവന്ന് ഇവിടെ ഈ നമ്മുടെ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ ഈ പ്രതിഭാഗം അഭിഭാഷകരായി രംഗത്തിറങ്ങുകയും നമ്മുടെ മുൻഗാമികളായ അന്നത്തെ ഇന്ത്യക്കാർ അവരുടെ ജീവന് വേണ്ടി അവർ അത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ഇന്ത്യൻ പട്ടാളത്തിൽ തന്നെ കലാപത്തിൻ്റെ കൊടിക്കോറ് വരികയും ചെയ്തു. ഇതിന് മുമ്പൊരു കാര്യം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഈ ചില ആളുകളെയെല്ലാം രാജ്യദ്രോഹികളും മറ്റുമെല്ലാമായി വിവക്ഷിക്കുമ്പോൾ അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് ഒരു 3 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ 1721 ഇന്ത്യയിൽ ആദ്യത്തെ ജനകീയ കലാപം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി അരങ്ങേറുന്നത്. ആ കലാപത്തെ അടിച്ചമർത്താനായി കമ്പനി പട്ടാളത്തെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് ഏതൊക്കെ നാട്ടുപട്ടാളത്തെ കൂടിയാണെന്ന് ഉപയോഗിച്ചത് തീരുന്നില്ല. 1857 നമ്മളെല്ലാവരും 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നതും സായിപ്പ് ശിപായിലുകളെ ആക്ഷേപിച്ചു. എന്തോ ആയിക്കൊള്ളട്ടെ, ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ അത്തരത്തിലുള്ള സായുധമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്ത, കാൾ മാർക്സ് തന്നെ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് അതിനെ സംബന്ധിച്ച്. അതിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് സഹായം ചെയ്തു കൊടുത്തത് ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം വന്ന അവരുടെ, പിന്നീട് ഇതിന് ശേഷമാണ് വൈസ്രോയുടെ ഭരണം വരുന്നത്. കമ്പനിപ്പടയ്ക്ക് കഴിയാത്തത് കൊണ്ട് സിന്ധ്യ രാജകുടുംബമാണല്ലോ ഏറ്റവും വലിയ സഹായം ചെയ്തത്. അവരെ എന്തായി നിങ്ങൾ മുദ്ര കുത്തും?
അല്ല, പ്ലാസി യുദ്ധകാലത്ത് 1757 അല്ലേ, ആ പ്ലാസി യുദ്ധകാലത്ത് സിറാജ് ദൗളയെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവർ എന്ന് പറയുമ്പോൾ ഇന്ന് പല ആളുകൾക്കും അത്തരത്തിൽ വേദനിക്കും. ഞാൻ ഈ പഴയ ഏതെങ്കിലും വിധത്തിലുള്ള ചരിത്രത്തിൻ്റേത് അതെല്ലാം ആ മുറിവുകൾ മാന്തി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 1931 ഏറ്റവും ഒടുവിൽ അത്തരത്തിലുള്ള ഒരു ജാതി സെൻസസ് നടത്തിയത്. പിന്നീട് പലപ്പോഴും ഇതിൻ്റെ അപ്ഡേഷൻ മാത്രമാണ് ഭാഗികമായി പലപ്പോഴും നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാർ ഞങ്ങൾ 3 പേരും ഇത് നടത്തുന്ന ചർച്ചയിൽ ഇത് വർഷം 2024. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ സെൻസസ് നടത്തേണ്ടതായ ഉത്തരവാദിത്വം ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത്തരത്തിൽ സെൻസസ് നടത്താനായി കഴിയില്ല. ആ സെൻസസ് നടത്തുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് എങ്കിൽ 2011 ശേഷം 13 കൊല്ലം കഴിയുമ്പോഴും ഇവിടെ ഒരു സെൻസസ് കാനേഷുമാരി കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. നമ്മൾ പ്രഖ്യാപിക്കണം നമ്മളാണ് ലോകത്തൊന്നാമത് എന്ത് ജനസംഖ്യയുടെ കാര്യത്തിൽ, അത് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം അറിയേണ്ടത് സോഷ്യോ എക്കണോമിക് സെൻസസ് അവിടെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 2021 ത്രിപുരയിലെ ഒരു ഭാഗത്ത് നിന്നാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് മഹാരാഷ്ട്രയിൽ പലയിടത്തും ഇത് നടത്തുകയുണ്ടായി. പിന്നീട് ഇത് ഭാഗികമായി ഇത് നടത്തി അവിടെ നിർത്തിവെക്കേണ്ടതായി വന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകൾ പലതും ഉണ്ടായി. ഇവിടെ ജാതി സെൻസസ് എന്ന് പറയുന്ന സോഷ്യോ എക്കണോമിക് ഈ സാമ്പത്തിക സാമൂഹ്യ സർവേയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇവിടെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇത് നടത്തേണ്ടതാരാണ്? ഇന്ത്യ ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ടാണ് BJP ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ സാമ്പത്തിക സർവേയെ ഭയപ്പെടുന്നത്? അത് ഭയപ്പെടുന്നതിൻ്റെ കാരണം ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്ന കാലത്തെ ഇത്തരത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അത്തരത്തിൽ സംവരണ ആനുകൂല്യങ്ങൾ ഇൻവെർട്ടഡ് കോമയിൽ അത് അവകാശമെന്ന് ഞാൻ പറഞ്ഞാൽ അവർ ആനുകൂല്യം എന്ന് പറയും നൽകുന്നതിനെതിരായിരുന്നു. ഇപ്പോഴും എതിര് തന്നെയാണ്. പരിശ്രമിച്ചിരുന്നു. ശ്രീ സമ്പത്ത്, ഇന്ത്യ മുന്നണിക്ക് പൊതുവായി ജാതി സെൻസസിനെ കുറിച്ചൊരു നയമില്ല. ഞാനിപ്പോൾ ഈ കാര്യത്തിൽ CPIMൻ്റെ നയം വ്യക്തമാക്കിയല്ലോ. CPIMൻ്റെ പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, സാമൂഹിക സാമ്പത്തിക സർവേ അത് നടപ്പാക്കണം. സാമൂഹിക സാമ്പത്തിക സർവേ നടപ്പാക്കാൻ ജാതി സെൻസസ് എന്ന് പേരിട്ടോളൂ. ആ കാര്യത്തെ സംബന്ധിച്ച് സാമ്പത്തികവും സാമൂഹികവുമായ ഇതിനെയാണ് നരേന്ദ്രമോദി തെറ്റായി വ്യാഖ്യാനിച്ച് വിദ്വേഷവുമായി ബന്ധപ്പെട്ട് അത് നടത്താനായി കഴിയുള്ളൂ. ജനസംഖ്യാ കണക്കെടുപ്പ് പോലും നടത്താൻ കഴിയാത്ത ഗവൺമെന്റ് കാര്യത്തിൽ